ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇങ്ങനെ ഈ വിക്രമാദിത്യൻ എന്താ വേതാളത്തിനെ പിടിച്ചുകൊണ്ടല്ലോ, അത് പിന്നെയും പിടിച്ചുകൊണ്ടല്ലോ, പിന്നെയും പോലും ഇങ്ങനെ തന്നെയല്ലേ കഥ. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വീണ്ടും മരത്തിൽ നിന്ന് ശവം താഴെ ഇറക്കി തോളിലേറ്റി നടപ്പ് തുടർന്നു. ഇപ്പോൾ വേതാളം പുതിയൊരു കഥ പറയാൻ ആരംഭിച്ചു. ഉജ്ജയിനിയിലത്തെ കഥയാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വേതാളം. ഉജ്ജയിനിയിൽ പണ്ട് ധർമ്മധ്വജൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു അത്രേ. അദ്ദേഹത്തിന് ഇന്ദുലേഖ, താരാവലി, മൃഗാംഗവതി എന്നിങ്ങനെ 3 ഭാര്യമാരുണ്ടായിരുന്നു. ഒരിക്കലൊരു വസന്തോത്സവ കാലത്ത് രാജാവ് 3 ഭാര്യമാരുമായി ഉദ്യാനത്തിൽ വിഹരിക്കുകയായിരുന്നു. അതിനിടയിൽ ഇന്ദുലേഖയുടെ തലയിൽ ചൂടുന്ന കരിങ്കൂവളപ്പൂവ് അടർന്ന് താഴെ വീണു. അവളുടെ തുടയിൽ വീഴുകയെ ഉടനെ അയ്യോ എന്ന് വിലപിച്ച് അവൾ മരിച്ചു വീഴുകയും ചെയ്തു. മരിച്ചില്ല, ബോധഹീനയായി. പൂവ് വീണ് തുടയിൽ മുറിവുണ്ടായത് കണ്ട് രാജാവ് അമ്പരന്നുപോയി. പിന്നീട് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഭാര്യ അദ്ദേഹം ആശ്വസിപ്പിച്ചു. പൂവ് വീണിട്ട് കാലെ തുടയിൽ മുറിവുണ്ടായി എന്നാണ്. അന്ന് രാത്രി 2ാം ഭാര്യയെ താരാവലിയോടൊപ്പം മട്ടുപ്പാവിലിരിക്കെ ചന്ദ്രന്റെ കുളിർക്കിരണങ്ങളേറ്റപ്പോൾ അവളുടെ ദേഹം പൊള്ളുന്നതായി ഭാവിച്ചവൾ അസ്വസ്ഥയാകുകയും ചെയ്തു. അവൾക്കും വേണ്ട ശുശ്രൂഷകൾ നൽകി രാജാവ് ആശ്വസിപ്പിച്ചു. 3ാം ഭാര്യ മൃഗാംഗവതി ഒരു ദിവസം ഭൃത്യസ്ത്രീകൾ ധാന്യം ഉരലിട്ട് പൊടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവളുടെ കൈവെള്ളകൾ ചുവന്നു തുടുക്കുകയും കുമിളക്കുകയും ചെയ്തു. ഉലക്കയുടെ ശബ്ദം കേട്ടാൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ടെന്ന് മൃഗാംഗവതി രാജാവിനോട് പറഞ്ഞു. അവൾക്കും അദ്ദേഹം വേണ്ട ശുശ്രൂഷകൾ നൽകി ആശ്വസിപ്പിച്ചു. കഥ ഇങ്ങനെ അവസാനിപ്പിച്ചിട്ട് വേതാളം ചോദിച്ചു, ഈ 3 റാണിമാരിൽ ആരുടെ ശരീരമാണ് ഏറെ മാർദ്ദവമേറിയത് എന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു, ശ്രവണം കൊണ്ട് കൈപൊട്ടിയ മൃഗാംഗവതിയുടേത് തന്നെ എന്ന് പറയലും വേതാളം പഴയപടി പോയി മുരിക്കുമരത്തില് ഊഞ്ഞാലാടാൻ തുടങ്ങി. അന്ന് രാജാവിന് നിരാശയൊന്നുമില്ല. രാജാവ് വീണ്ടും പോയി തന്നെ ഉടാവാശിയോടെ രാജാവ് വീണ്ടും ചെന്ന് ശവം തോളിലേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ മനുഷ്യന്റെ ദൃഢനിശ്ചയത്തിൽ അത്ഭുതം കൊണ്ട വേതാളം, ഹേ രാജൻ, അങ്ങയുടെ മനസ്ഥൈര്യത്തെ ഞാൻ ശ്ലാഘിക്കുന്നു കേട്ടോ. ഏതായാലും ഞാൻ വീണ്ടും ഒരു കഥ പറയാം, നമുക്ക് എങ്ങനെയെങ്കിലും സമയം പോണ്ടേ എന്നും പറഞ്ഞ് കഥ തുടങ്ങി. പണ്ട് 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 അംഗരാജ്യത്ത് യശകേതു എന്ന പ്രസിദ്ധനായ രാജാവുണ്ടായിരുന്നു. കാമദേവനെ പോലെ സുന്ദരനും ബാഹുബലത്തിൽ ഭീമനെ പോലെയുമുള്ള രാജാവിന് ദീർഘദർശി എന്നൊരു ബ്രാഹ്മണോത്തമൻ മന്ത്രിയായി ഉണ്ടായിരുന്നു. ആ മന്ത്രി രാജ്യകാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് തന്റെ പ്രേയസിമാർക്കൊപ്പം അന്തഃപുരത്തിൽ തന്നെ കഴിഞ്ഞുകൂടെയാണ് രാജാവ് ചെയ്തത്. രാജാവിന്റെ അഭാവം അറിയാതെ രാജ്യകാര്യങ്ങൾ മന്ത്രി ഭംഗിയായി നോക്കുന്നുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ മന്ത്രി രാജാവിനെ കബളിപ്പിച്ച് ഖജനാവ് ചോർത്തുകയാണെന്ന് അപവാദവീരന്മാർ പറഞ്ഞുണ്ടാക്കി. ഇതറിഞ്ഞ് ദുഃഖിതനായ മന്ത്രി ഒരു ദിവസം തന്റെ പത്നിയോട് ഉപദേശം ചോദിച്ചു. ബുദ്ധിമതിയായിരുന്നു കേട്ടോ അദ്ദേഹത്തിന്റെ പത്നി. ആ പത്നി പറഞ്ഞു, ഒരു തീർത്ഥയാത്ര നടത്താനും ആ സമയത്ത് രാജാവ് നേരിട്ട് ഭരണകാര്യങ്ങൾ നോക്കിക്കൊള്ളുമെന്നും ഉപദേശിച്ചു. ദീർഘദർശി അപ്രകാരം രാജാവിനോട് അനുമതി വാങ്ങി തീർത്ഥയാത്രക്ക് പുറപ്പെട്ടു. പല നാടുകളും ചുറ്റി അദ്ദേഹം ഒരു നാൾ പുണ്ട്രം എന്ന നഗരത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു ശിവക്ഷേത്രം കണ്ട് അദ്ദേഹം അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ അവിടെ ദർശനത്തിനെത്തിയ നിധിദത്തൻ എന്ന വ്യവസായി അദ്ദേഹത്തെ ക്ഷണിച്ച് തന്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി സൽക്കരിച്ചു. താൻ കുറെ കാലമായി തീർത്ഥയാത്ര ചെയ്തു വരികയാണെന്നും ദീർഘദർശി പറഞ്ഞത് കേട്ട് താൻ വ്യാപാരാർത്ഥം സുവർണദ്വീപിലേക്ക് പോകുകയാണെന്നും തിരിച്ചു വരും വരെ അദ്ദേഹം തന്റെ വീട്ടിൽ താമസിച്ചാൽ ഉപകാരമായിരിക്കുമെന്നും നിധിദത്തൻ പറഞ്ഞു. എന്നാൽ ദീർഘദർശി നിധിദത്തനോടൊപ്പം യാത്ര ചെയ്യാനാണ് താല്പര്യപ്പെട്ടത്. പിറ്റേന്ന് തന്നെ അവർ ഒരു കച്ചവട കപ്പൽ യാത്ര തിരിച്ചു സ്വർണദ്വീപിലെത്തി. കാഴ്ചയെല്ലാം കണ്ട് കുറേ ദിവസം കഴിഞ്ഞ ശേഷം അവരിരുവരും മടക്കയാത്ര ആരംഭിച്ചു. സമുദ്രമധ്യത്തിലെത്തിയ സമയത്തതാ പെട്ടെന്നൊരു കൽപ്പവൃക്ഷം ആഴിയുടെ അടിത്തട്ടിൽ നിന്നും പൊങ്ങി വന്നു. അതിന്റെ ശിഖരങ്ങളിൽ നവരത്നങ്ങൾ തിളങ്ങുന്നു. അതിന്റെ ശിഖരങ്ങളുടെ ഇടയിൽ നിന്ന് ദേവസുന്ദരി വീണമീട്ടി പാടുന്നു. ഇതൊക്കെ കണ്ട് ദീർഘദർശി അമ്പരന്ന് നിൽക്കെ പെട്ടെന്ന് താഴിയിലേക്ക് താഴ്ന്നു പോകുകയും ചെയ്തു. അപ്പോൾ കപ്പലിലെ മറ്റ് യാത്രക്കാർ ഈ കാഴ്ച തങ്ങൾ എല്ലാ യാത്രയിലും കാണാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും പുറപ്പെട്ട് നാട്ടിൽ മടങ്ങിയെത്തി. അവിടെ നിന്നും ദീർഘദർശി സ്വന്തം രാജ്യത്ത് മടങ്ങിയെത്തിയപ്പോൾ രാജാവിന് വളരെ സന്തോഷമായി. തീർത്ഥയാത്രയുടെ അനുഭവങ്ങൾ രാജാവിന് വേണ്ടി വർണ്ണിച്ച കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലത്തെ കപ്പൽ യാത്രയിൽ താൻ കണ്ട അത്ഭുത കാഴ്ചയുണ്ടല്ലോ, അതുകൂടി മന്ത്രി വിശദീകരിക്കുകയുണ്ടായി. അത് കേട്ടപ്പോൾ രാജാവിന് ആ സുന്ദരിയെ കണ്ടേ മതിയാവും. ഇതാണ് രാജാക്കന്മാരുടെ തകരാറ്. രാജാക്കന്മാരല്ല, മിക്കവാറും പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്.
എന്ന് നിർബന്ധമായി. അദ്ദേഹം തനിച്ച് അതിനായി ഒരുങ്ങി പുറപ്പെടുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ യശക്കേതു രാജാവ് ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് യാത്ര ആരംഭിച്ചു. കുറേ ദൂരം സഞ്ചരിച്ച ശേഷം അദ്ദേഹം കുശനാഥൻ എന്നൊരു മുനിയെ കണ്ടു. രാജാവ് തന്റെ യാത്രോദ്ദേശം വെളിപ്പെടുത്തിയപ്പോൾ കുശനാഥൻ പറഞ്ഞു, ലക്ഷ്മീദത്തൻ എന്നൊരു വ്യാപാരി അടുത്ത ദിവസം തന്നെ കപ്പൽ മാർഗം സ്വർണദ്വീപിലേക്ക് പോകുന്നുണ്ട്. അയാളോടൊപ്പം പോകുക, അങ്ങയുടെ ഇംഗിതം സാധിക്കും എന്ന് പറഞ്ഞു. മുനിയുടെ അനുഗ്രഹവും വാങ്ങി രാജാവ് നേരെ സമുദ്രതീരത്തെത്തിയപ്പോൾ ലക്ഷ്മീദത്തൻ യാത്രക്ക് ഒരുങ്ങുകയായിരുന്നു. പ്രഥമ ദർശനത്തിൽ തന്നെ അതൊരു സന്യാസിയല്ലെന്നും ഏതോ ചക്രവർത്തി തന്നെ ആയിരിക്കുമെന്നും ഊഹിച്ച ലക്ഷ്മീദത്തൻ അദ്ദേഹത്തെ ആദരപൂർവ്വം കപ്പലിൽ കയറ്റി യാത്ര ആരംഭിച്ചു. കപ്പൽ സമുദ്രമധ്യത്തിലെത്തിയപ്പോൾ പെട്ടെന്നൊരു കൽപ്പക വൃക്ഷം ഉയർന്നു വന്നു. അതിലൊരു സുരസുന്ദരി ഇരുന്ന് പാടുന്നുണ്ടായിരുന്നു. അല്പനേരം അങ്ങനെ നിന്നിട്ട് വൃക്ഷം താഴ്ന്നു പോയി. രാജാവും സമുദ്രത്തിലേക്ക് ചാടി. നേരെ താഴേക്ക് ചെന്ന രാജാവ് അവിടെ ഒരു അത്ഭുത നഗരം കണ്ട് അതിശയിച്ചു പോയി. സർവത്ര സ്വർണമയം, രത്നഖചിതങ്ങളായ ചുമരുകളും തൂണുകളുമുള്ള കെട്ടിടങ്ങൾ, താമരപ്പൊയ്കയും പടവുകൾ പോലും നവരത്ന നിർമ്മിത. ഓരോ വീടിനുള്ളിലും രാജാവ് കയറുന്നൊക്കെ ആരെയും കണ്ടില്ല. പക്ഷേ ഒടുവിൽ ഏറ്റവും ഉയരം കൂടിയ മന്ദിരത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഒരു മുറിയിൽ സ്വർണ്ണക്കടലിൽ ആരോ മൂടിപ്പൊതച്ച് കിടക്കുന്നത് കണ്ടു. അദ്ദേഹം അടുത്ത് ചെന്ന് പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ അത് ആ സുന്ദരി തന്നെയെന്ന് കണ്ടു. അവൾ എഴുന്നേറ്റു. സന്യാസി വേഷധാരിയായ അങ്ങാരാണ്, എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ചോദിച്ചു. യശകേതു എന്ന അംഗരാജാവാണ് താനെന്നും തന്റെ മന്ത്രിയിൽ നിന്നും ഇങ്ങനെ ഒരു സുന്ദരിയെ കുറിച്ച് കേട്ട് അന്വേഷിച്ച് ഇവിടെ എത്തിച്ചേർന്നതാണെന്നും രാജാവ് പറഞ്ഞു. തുടർന്ന് ആ യുവതിയുടെ ചരിത്രം അറിയാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു. അതിനവൾ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഈ നഗരാധിപതിയായ മൃഗാംഗസേനൻ എന്ന വിദ്യാധര രാജാവിന്റെ പുത്രിയായ മൃഗാംഗവതിയാണ് ഞാൻ. ഒരു ദിവസം എൻ്റെ പിതാവ് ഒന്നും പറയാതെ എന്നെ തനിച്ചാക്കി എങ്ങോട്ടോ പോയി. അദ്ദേഹത്തിനൊപ്പം പൗരജനങ്ങളും പോയി. അങ്ങനെ ഞാൻ ഇവിടെ തനിച്ചായി. ഇരുവരും അന്യോന്യം അനുരാഗം അറിയിക്കുകയും വിവാഹിതരാകാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരു വ്യവസ്ഥ മാത്രം അവൾ മുന്നോട്ട് വെച്ചു. എന്താത്? ഓരോ മാസത്തിലും ശുക്ലപക്ഷത്തിലെയും കൃഷ്ണപക്ഷത്തിലെയും ചതുർദശി നാളുകളും അഷ്ടമി നാളുകളും താൻ ഇവിടെ ഉണ്ടാവില്ലെന്നും എവിടെ പോകുന്നു എന്ന് രാജാവ് അന്വേഷിക്കരുതെന്നുമായിരുന്നു ആ ഉപാധി. അത് സമ്മതിച്ച് അവരുടെ പരിണയം നടന്നു. അവർ മധുവിധുവിന്റെ ആനന്ദത്തിൽ മുഴുകി ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. ഒരു ദിവസം അവൾ പറഞ്ഞു, ഇന്ന് കൃഷ്ണ ചതുർദശിയാണ്. നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഞാനൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഞാനില്ലാതപ്പോൾ ഇവിടെയുള്ള മറ്റൊരു ഗൃഹങ്ങളിലും അങ്ങ് കയറി നോക്കരുത് കേട്ടോ. ആ കാണുന്ന പൊയ്കയിൽ ഇറങ്ങുകയും അരുത്. അതിലിറങ്ങിയാൽ അങ്ങ് ചെന്നെത്തുക ഭൂലോകത്തായിരിക്കും എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ആ വിദ്യാധരി പോയി. അവൾ അറിയാതെ രാജാവ് വാളും എടുത്ത് രഹസ്യമായി അവളെ പിന്തുടർന്നു. കുറെ ചെന്നപ്പോൾ പർവ്വതാകാരൻ ഒരു ഭീകര രാക്ഷസൻ അവളെ പിടിച്ചു വിഴുങ്ങുന്ന കാഴ്ചയാണ് രാജാവ് കണ്ടത്. ഇത് കണ്ട് കോപാവേശിതനായ രാജാവ് തന്റെ വാളെടുത്ത് രാക്ഷസന്റെ ശിരസ് ഛേദിച്ചിട്ടു. അല്പം കഴിഞ്ഞപ്പോൾ മൃഗാംഗവതിയ രാക്ഷസന്റെ വയർ പിളർന്ന് പുറത്തു വന്നു. അത് കണ്ട് ആശ്വാസത്തോടെ വർദ്ധിത അനുരാഗത്തോടെ രാജാവ് അവളെ ചെന്ന് വാരിയെടുത്ത് ആലിംഗനം ചെയ്തു. എന്നിട്ട് എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം എന്ന് അന്വേഷിച്ചു. അപ്പോഴവൾ പറഞ്ഞു, പ്രാണേശ്വര, എനിക്കിപ്പോൾ എല്ലാം ഓർമ്മ വരുന്നു. എൻ്റെ പിതാവിന്റെ ശാപഫലമാണിത്. അദ്ദേഹത്തിന്റെ ഏകപുത്രിയായ ഞാൻ ഭക്ഷണ സമയത്ത് അടുത്തുണ്ടാവണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. ഒരിക്കൽ കൃഷ്ണ ചതുർദശി നാളിൽ ഞാൻ പൂജയും മറ്റുമായി ഒരുപാട് വൈകിപ്പോയി. അന്ന് പകൽ മുഴുവൻ പിതാവ് എന്നെ കാത്ത് ഭക്ഷണം കഴിക്കാതെ വിശന്നു വലഞ്ഞിരുന്നു. രാത്രിയോടെ ഞാൻ എത്തിയപ്പോൾ കോപാകുലനായ അദ്ദേഹം എന്നെ ശപിച്ചു. ഇനി നീ പൂജക്ക് പോകുമ്പോൾ നിന്നെ ഒരു രാക്ഷസൻ പിടിച്ചു വിഴുങ്ങും. എങ്കിലും നീ മരിക്കുകയില്ല. അവന്റെ വയറ് പിളർന്ന് പുറത്തു വരും. ഇനി ഞാനും പ്രജകളും ഇവിടെ ഉണ്ടാവില്ല. നീ തനിച്ച് ഈ നഗരത്തിൽ കഴിയേണ്ടി വരും. ഈ ശാപം കേട്ട് ഞാൻ അച്ഛന്റെ കാല് പിടിച്ച് ശാപമോചനം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാലാന്തരത്തിൽ അംഗരാജാവായ യശക്കേതു ഇവിടെ വരികയും നിന്നെ ഭാര്യയാക്കുകയും ചെയ്യും. അതോടെ നിനക്ക് ശാപമോക്ഷം ലഭിക്കും. അപ്പോൾ അതെല്ലാം ശരിയായിരിക്കുന്നു പ്രഭു എന്ന് പറഞ്ഞു. ഇത് കേട്ട് യശക്കേതു രാജാവ് സന്തോഷിച്ചു. അപ്പോൾ മൃഗാംഗവതി തന്റെ ശാപകാലം തീർന്നതുകൊണ്ട് ഇനി പിതാവിന്റെ അടുത്തേക്ക് പോകാതെ വയ്യെന്ന് ശഠിച്ചു. അത് കേട്ട് കുറച്ചു ദിവസം കൂടി തന്നോടൊപ്പം താമസിക്കണമെന്ന് രാജാവ് അപേക്ഷിച്ചു. അതനുസരിച്ച് 7 ദിവസം കൂടി പാർക്കാമെന്ന് അവൾ സമ്മതിച്ചു. അങ്ങനെ ആ ചുരുങ്ങിയ ദിവസങ്ങൾ അവരിരുവരും രതി മന്മഥന്മാരെ പോലെ മദനോത്സവം കൊണ്ടാടി. 7-ാം ദിവസം രാജാവ് അവളെയും ഭാര്യ എടുത്തുകൊണ്ട് ആ പൊയ്കയിലേക്ക് ചാടി മുങ്ങി. അടുത്ത നിമിഷം അതാവർ അംഗരാജ്യത്തെ ഉപവനത്തിലുള്ള താമര പൊയ്കയിൽ
പ്രത്യക്ഷപ്പെട്ടിട്ട്. മൃഗാംഗവതി അവിടെ നിന്നും വിദ്യാധര ലോകത്തേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും ഭൂതല സ്പർശത്താൽ അവളുടെ ദിവ്യശക്തി എല്ലാം നഷ്ടമായി. അതിൽ ദുഃഖിച്ചു നിൽക്കുന്ന അവളെ ഇനി ഒരിക്കലും ഈ സൗന്ദര്യധാമം തന്നെ വിട്ടുപോകുകയില്ലല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കുന്ന രാജാവിനെയും നോക്കി ദീർഘദർശി എന്ന മന്ത്രിപ്രവരൻ താൻ മൂലമാണല്ലോ ഇങ്ങനെയൊക്കെ നടന്നതെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോയി. ആ രാത്രി അയാൾ ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു. കഥ ഇങ്ങനെ നിർത്തിയിട്ട് വേതാളം ചോദിച്ചു, ദീർഘദർശി മരിക്കാനുള്ള കാരണം എന്തായിരുന്നു? അതിന് വിക്രമസേന രാജാവ് ഇങ്ങനെ മറുപടി നൽകി, നേരത്തെ തന്നെ സ്ത്രീജിതനായ രാജാവിന് ഇതുപോലെ ഒരു അപ്സരസിനെ കാട്ടിക്കൊടുത്തത് താനാണല്ലോ എന്നും രാജാവിനെ പഴയതിലും കഷ്ടമായി രാജ്യകാര്യങ്ങൾ ഇട്ടെറിഞ്ഞ് സ്ത്രീസുഖം മാത്രം ജീവിതമന്ത്രമായി സ്വീകരിക്കുമല്ലോ എന്നും ഇതിനെല്ലാം കാരണക്കാരനായത് താനാണല്ലോ എന്നുമൊക്കെ ചിന്തിച്ചുണ്ടായ മനക്ഷോഭം മൂലമാണ് മന്ത്രി മരിച്ചത് എന്ന് പറഞ്ഞു. രാജാവിന്റെ മറുപടി കേട്ടത് പാതി കേൾക്കാത്തത് പാതി. മൃതദേഹത്തോടൊപ്പം വീണ്ടും വേതാളം പോയി. ക്ഷമാശീലനായ രാജാവ് വീണ്ടും പോയില്ലേ? യാതൊരു ചാഞ്ചല്യമില്ല. എത്ര പ്രാവശ്യം വേതാളം പോന്നു അത്ര പ്രാവശ്യം രാജാവും പോകും. അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നു തോളിലേറ്റ് നടക്കാൻ തുടങ്ങി. അപ്പോൾ മൃതദേഹത്തിനുള്ളിൽ നിന്നും വേതാളം പറയാനും തുടങ്ങി, അങ്ങയുടെ കഷ്ടപ്പാടിനോട് എനിക്ക് പോലും സഹതാപം തോന്നുന്നു രാജാവേ. ഏതായാലും അങ്ങയുടെ മനസ്സുഖത്തിനുമായി ഞാൻ ഇനിയും ഒരു കഥ പറയാം. ഈ കഥ കേട്ടുകൊണ്ട് നടന്നാലേ അല്പം മനസ്സമാധാനം കിട്ടുമല്ലോ അങ്ങേക്ക് എന്നാണ്. പണ്ട് വാരാണസി എന്ന നഗരത്തിൽ രാജാവിന് പോലും ആദരണീയനായ ദേവസ്വാമി എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഹരിസ്വാമി എന്നൊരു പുത്രന് യൗവനമായപ്പോൾ ലാവണ്യമതി എന്നൊരു യുവതിയെ വിവാഹം കഴിച്ചു കൊടുത്തു. ഒരു രാത്രി മാളിക മുകളിലെ മുറിയിലെ അർദ്ധനഗ്നരായി അവരിരുവരും ഉറങ്ങവേ ആകാശചാരിയായ മദനവേഗൻ എന്ന വിദ്യാധരൻ ലാവണ്യവതിയുടെ അംഗലാവണ്യം കണ്ട് മോഹിതനായി. ഉടനെ അവൻ അവളെയും എടുത്ത് ആകാശമാർഗേണ പോകുകയും ചെയ്തു. നേരം പുലർന്നപ്പോൾ തന്റെ പ്രിയതമയെ കാണാതെ ഹരിസ്വാമി പരിഭ്രമിച്ചു. ദുഃഖിതനായ അയാളെ സാന്ത്വനിപ്പിക്കാൻ മാതാപിതാക്കളും ബന്ധുക്കളും എത്ര ശ്രമിച്ചിട്ടും ആ വിരഹ ദുഃഖത്തിൽ നിന്നും കരകയറാൻ അയാൾക്ക് സാധിച്ചില്ല. അദ്ദേഹം അത്രമാത്രം അവളെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അയാൾ തന്റെ സർവ്വസ്വത്തുക്കളും ബ്രാഹ്മണർക്കും അഗതികൾക്കും ദാനം ചെയ്തിട്ട് തീർത്ഥാടനത്തിനായി ഇറങ്ങി തിരിച്ചു. ഒരുപാട് സ്ഥലങ്ങൾ പിന്നിട്ടു ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ അന്നദാന സദ്യ നടക്കുന്നതറിഞ്ഞ് ഹരിസ്വാമി അവിടെ എത്തി. തിരക്കുമൂലം അകത്ത് കയറാനാവാതെ വാതിൽക്കൽ ശങ്കിച്ചു നിന്ന അയാളെ കണ്ട് ആ വീട്ടിലെ ഗൃഹനായിക ഒരു വലിയ പാത്രത്തിൽ പാൽപ്പായസം കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്തു. അയാൾ അതും വാങ്ങി അടുത്തുള്ള കുളക്കരയിലേക്ക് നടന്നു. അവിടെ ഒരു വൃക്ഷച്ചുവട്ടിൽ പായസം വെച്ചിട്ട് അയാൾ കൈകാൽ മുഖം കഴുകാനായി കുളത്തിലേക്ക് ഇറങ്ങി. ഈ സമയം ഒരു പരുന്ത് വിഷമൂർഖനെയും കൊത്തിയെടുത്ത് ആ വൃക്ഷക്കൊമ്പിൽ വന്നിരുന്ന് അതിനെ കൊന്നു തിന്നാൻ തുടങ്ങി. അപ്പോൾ സർപ്പത്തിന്റെ വായിൽ നിന്ന് ഇറ്റുവീണ വിഷത്തുള്ളികൾ പതിച്ചത് പാൽപ്പായസത്തിലേക്കായിരുന്നു. കഷ്ടപ്പാട് നോക്കണേ. ഇതൊന്നും അറിയാതെ കുളിച്ചു വന്ന് ഹരിസ്വാമി അടക്കാനാവാത്ത വിശപ്പും ദാഹവും കൊണ്ട് ഒന്നും ശ്രദ്ധിക്കാതെ പാൽപ്പായസം മുഴുവനും കുടിച്ചു. അടുത്ത നിമിഷം വിഷബാധയുടെ അസ്വസ്ഥതകൾ തോന്നിയ അയാൾ പായസം നൽകിയ ഗൃഹസ്ഥയെ ചെന്ന് കണ്ട് പായസത്തിൽ വിഷമുണ്ടായിരുന്നു എന്ന് അറിയിച്ചു. അവൾക്ക് എന്തെങ്കിലും ചെയ്യാനാവുമ്പോൾ അയാൾ അവിടെ പടഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ ഗൃഹനായകൻ അതിഥിയെ വിഷം കൊടുത്തു കൊന്നു എന്ന കുറ്റം ആരോപിച്ച് ആ സ്ത്രീയെ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കുകയും ഉണ്ടായി. ആ പാവം സ്ത്രീ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ. അവരങ്ങനെ ശിഷ്ടകാലം തപോവൃത്തിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. ഹേ രാജൻ, ആ ബ്രാഹ്മണവധത്തിന്റെ പാപം സർപ്പത്തിനോ അല്ല പരുന്തിനോ അല്ല സ്ത്രീക്കോ എന്നങ്ങ് പറയണം. വേതാളത്തിന്റെ ചോദ്യം കേട്ട് രാജാവ് പറഞ്ഞു, ഇതിലാരും പാപികളല്ല, ഒരു യാദൃശ്ചിക സംഭവമല്ലേ, ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തില്ലല്ലോ. ഇത് കേട്ടതും വേതാള ശവത്തോടൊപ്പം പഴയപടി മരക്കൊമ്പിലെത്തി. ശ്രീ വിക്രമസേന രാജാവ് കൂസലേതും കൂടാതെ വീണ്ടും ചെന്ന് ശവമിറക്കി തോളിലേറ്റിക്കൊണ്ട് നടന്നപ്പോൾ വേതാളം കഥ പറയാൻ തുടങ്ങിയത് എത്രയോ തവണ ഈ രാജാവ് ഈ വേതാളത്തിന് പേത്താളത്തിന് എടുത്തിട്ട് തലം ചുമലിട്ട് നടക്കുന്നത്. ശ്രീരാമാവതാരം കൊണ്ട് പ്രസിദ്ധനായ അയോധ്യാനഗരിയിൽ പണ്ട് വീരകേതു എന്നൊരു ധീരനായ രാജാവ് ഉണ്ടായിരുന്നു. അക്കാലത്ത് രത്നദത്തൻ എന്ന പേരുള്ള മഹാധനികനായ ഒരു വ്യാപാരി അവിടെ വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ നന്ദയന്തി പ്രസവിച്ച് രത്നാവതി എന്നൊരു സുന്ദരിയായ മകളും ഉണ്ടായിരുന്നു. വിവാഹപ്രായമായപ്പോൾ അനേകം യോഗ്യരായ
യുവാക്കളിൽ നിന്ന് വിവാഹാഭ്യർത്ഥന വന്നു. എങ്കിലും ഒന്നുപോലും രത്നാവതി സ്വീകരിച്ചില്ല കേട്ടോ. എന്ന് മാത്രമല്ല, പുരുഷ വിദ്വേഷിയെ അവൾ താൻ ഒരു കാലത്തും ഒരാളെയും വിവാഹം ചെയ്യുന്നതല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ നഗരത്തിൽ കള്ളന്മാരുടെ ശല്യം സഹിക്കാതായി. പ്രത്യേകം നിയോഗിച്ച ഭടന്മാർക്കൊന്നും കള്ളന്മാരെ പിടിക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ട മഹാരാജാവ് തന്നെ വാളും എടുത്തിറങ്ങി. അദ്ദേഹം അങ്ങനെ നടക്കുമ്പോൾ ഒരുവൻ പമ്മിയും പതുങ്ങിയും നടക്കുന്നത് കണ്ട് രാജാവിനെ കണ്ടവൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാനൊരു കള്ളനാണെന്ന് രാജാവ് നുണ പറഞ്ഞു. അപ്പോൾ താനും ഒരു കള്ളനാണെന്നും തമ്മിൽ സഖ്യമുണ്ടാക്കി ഇനി കൂട്ടായി പ്രവർത്തിക്കാമെന്നും പറഞ്ഞാൽ രാജാവിനെയും കൂട്ടി കാട്ടിനുള്ളിലെ തന്റെ ആസ്ഥാനമായ ഗുഹാമന്ദിരത്തിലേക്ക് പോയി. അവിടം സ്വർഗലോകം പോലെ ഉണ്ടായിരുന്നു. മോഷണം കൊണ്ട് ലഭിച്ച ധനം ഉപയോഗിച്ച് ധൂർത്തനായി ജീവിക്കുകയാണ് ഈ കള്ളൻ എന്ന് രാജാവിന് മനസ്സിലായി. അദ്ദേഹത്തെ ഒരിടത്തിരുത്തി കള്ളൻ അടുത്ത മുറിയിലേക്ക് പോയ തക്കത്തിന് രാജാവ് പുറത്തിറങ്ങി നേരെ കൊട്ടാരത്തിലേക്ക് പോന്നു. പിറ്റേന്ന് വലിയ ആയുധ സന്നാഹങ്ങളോടെ പട്ടാളക്കാരുമായി അദ്ദേഹം ആ ഗുഹ വളഞ്ഞു. കള്ളൻ കുറെ അധിക നേരം പൊരുതിയെന്നെങ്കിലും ഒടുവിൽ രാജാവ് തന്നെ കള്ളനെ കീഴ്പ്പെടുത്തി. പിന്നല്ല, പിറ്റേന്ന് കള്ളനെ ശൂലത്തിൽ കുത്തി നിർത്തി വധിക്കാൻ രാജാവ് കൽപ്പിച്ചു. ഭടന്മാരവനെ വധിക്കാൻ കൊണ്ടുപോകുന്നത് രത്നാവതി തന്റെ മാളികയിൽ നിന്നുകൊണ്ട് കണ്ടു. അവനിൽ അവൾക്ക് അനുരാഗം ജനിച്ചു. ഈ കള്ളനിൽ അവൾ പിതാവിനെ കണ്ടയാളെ താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതായി അറിയിച്ചു. പിതാവ് പലതും പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൾ പിടിവാശി വിട്ടില്ല. അയാളെ കൊന്നാൽ താനും മരിച്ചു കളയുമെന്നും അവൾ ഭീഷണി മുഴക്കി. അങ്ങനെ അവളുടെ പിതാവ് രാജസന്നിധിയിലെത്തി കാര്യം ധരിപ്പിച്ചു. എന്തൊക്കെ പറഞ്ഞിട്ടും ആ നീചനായ തസ്കരനെ വിട്ടയക്കാൻ രാജാവ് സമ്മതിച്ചതുമില്ല. ദൂരത്തിലേറ്റണം തന്നെ വിചാരിച്ചു. ഈ വിവരം പറഞ്ഞവൾ വധസ്ഥലത്തെ കൂടി ഭടന്മാർ തസ്കരനെ ശൂലത്തിലേറ്റാൻ തുടങ്ങുകയായിരുന്നു. താൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്തൊരു തരുണി തന്റെ മരണത്തിൽ നെഞ്ചുപൊട്ടി നിലവിളിക്കുന്നത് കണ്ട് അയാളും പൊട്ടിക്കരഞ്ഞുപോയി. ഉടനെ തന്നെ അയാൾ ശൂലത്തിൽ തറക്കപ്പെടുകയും ശൂലത്തിൽ കിടന്ന് ചിരിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്തു. ആ മൃതദേഹം ഒരു ചിത കൂട്ടി അതിലെടുത്തു വെച്ച് തീ കൊളുത്തിയിട്ട് രത്നാവതിയും അതിലേക്ക് കയറിക്കിടന്നു. ആ സമയം ഭൈരവദേവൻ അശരീരിയായി ഇപ്രകാരം പറഞ്ഞു, നിന്റെ ഈ ദൃഢവ്രതത്തിൽ ഞാൻ പ്രീതനായിരിക്കുന്നു ഭദ്രേ, നിനക്കെന്ത് വരം വേണം? അപ്പോൾ രത്നാവതി പറഞ്ഞു, ഭഗവാനെ, എന്റെ മരണം മൂലം ദുഃഖിക്കുന്ന പുത്രന്മാരില്ലാത്ത എന്റെ മാതാപിതാക്കൾക്ക് 100 പുത്രന്മാരുണ്ടാകാൻ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. ഇത് കേട്ട് സംപ്രീതനായ ദേവൻ, അപ്രകാരം ഭവിക്കട്ടെ, നിനക്ക് ഇനിയും ഒരു വരം കൂടി ചോദിക്കാം എന്ന് പറഞ്ഞു. എങ്കിലും ഭഗവാനെ, ഞാൻ മനസ്സാവരിച്ച് എൻ്റെ ഈ ഭർത്താവ് പുനർജനിക്കാനും തുടർന്ന് സൽക്കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് ജീവിക്കാനും അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു. നിന്റെ ഭർത്താവ് ജീവിച്ചെഴുന്നേൽക്കും, തുടർന്ന് ധർമ്മതൽപരനായി ജീവിച്ച് രാജപ്രീതിക്ക് പാത്രവുമാകുമെന്ന് ദേവൻ വരം കൊടുത്തു. തുടർന്ന് രത്നാവതിയും തസ്കരനും ചിതയിൽ നിന്ന് പുറത്തു വന്നു. അവരുടെ മാതാപിതാക്കളും ബന്ധുജനങ്ങളും ആഘോഷമായി അവരുടെ വിവാഹം നടത്തി കൊടുത്തു. ആ തസ്കരൻ പിന്നീട് വളരെ ധാർമ്മികനായി ജീവിച്ചു. ഇരുവരും പരമാനന്ദത്തോടെ ജീവിക്കുകയും ചെയ്തു. കഥ ഇങ്ങനെ അവസാനിപ്പിച്ചിട്ട് വേതാളം ചോദിച്ചു. വേതാളം എപ്പോഴും കഥയുടെ അവസാനം ഒരു ചോദ്യം ചോദിക്കും. രാജാവേ, ആ തസ്കരൻ ശൂലത്തിൽ ഏറും മുമ്പ് കരയുകയും ശൂലത്തിൽ കിടന്ന് ചിരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? കരഞ്ഞത് തന്റെ അവസാനമായല്ലോ എന്ന ദുഃഖം കൊണ്ടാണ്. എന്നാൽ ധനികയും സുന്ദരിയുമായ ഒരു യുവതി തന്റെ മരണത്തിൽ പൊട്ടിക്കരയുന്നതും തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ ആലോചിച്ചപ്പോൾ സ്ത്രീഹൃദയത്തിന്റെ വിചിത്രഗതി ഓർത്താണ് അയാൾ ചിരിച്ചു പോയത്. ഇത്രയും കേട്ടില്ല എന്നുള്ള ഭാവത്തില് നമ്മുടെ വേതാളത പിന്നെയും ദേ കിടക്കുന്നു മരക്കൊമ്പിൽ. ബാക്കി ഭാഗം കഥ നമുക്ക് നാളെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി പറയാമെന്നാണ് വിചാരിക്കുന്നത്.